നമ്മുടെ പാതകൾ കൊലപാതകങ്ങളാകുന്നത് ആരുടെ അനാസ്ഥ കൊണ്ടെന്നാണ് ചോദ്യം. കല്ലടിക്കോട് വാഹനാപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ലോറി ഡ്രൈവർമാരെ റിമാൻഡ് ചെയ്തിരിക്കുന്നുവെന്ന വാർത്ത കൂടി വരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ലോറി ഡ്രൈവർമാരായ പ്രജീഷ് ജോൺ, മഹേന്ദ്ര പ്രസാദ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ വാർത്ത കൂടി ഇപ്പോൾ എത്തുകയാണ്. യൂസഫിലേക്ക് വന്നാൽ, യൂസഫ്, യഥാർത്ഥത്തിൽ ഇത് ആരുടെ വീഴ്ചയാണ്? സംസ്ഥാന സർക്കാർ പറയുന്നു ഇത് ദേശീയപാത വികസന അതോറിറ്റി ശ്രദ്ധിക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ കേന്ദ്രം പറയുന്നു ഇത് സംസ്ഥാനത്തിൻ്റെ. കേന്ദ്രം ഇതുവരെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് PWD അടക്കമുള്ളവർ ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ്. ഇത് ആരുടെ വീഴ്ചയാണ് യൂസഫ്? തീർച്ചയായും ദേശീയപാത നിർമ്മാണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞാനിവിടെ സൂചിപ്പിച്ച ഒരു കൺസൾട്ടൻസി, സത്ര എന്ന കൺസൾട്ടൻസിയാണ് സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ. എനിക്ക് ഇടയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഡ്രൈവർമാരെ മാത്രം പ്രതി ചേർത്താൽ പോരാ. ഇതിന് കാരണക്കാരായിട്ടുള്ള ഈ കൺസൾട്ടൻസിൻ്റെ ആളുകളെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഈ കേസ് നടത്തിയെങ്കിൽ മാത്രമേ അടുത്ത ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഡ്രൈവർമാർ മാത്രമല്ലല്ലോ, ഈ റോഡ് നിർമ്മിച്ച ഇതിൻ്റെ ശില്പികളായിട്ടുള്ള ആളുകൾ കൂടി ഇതിൽ പ്രതികളാണ്. അവരെ കൂടി പ്രതി ചേർക്കണമെന്നാണ് എനിക്ക് ഇവിടെ ഇതിനോട് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ദേശീയപാത ഇത്തരത്തിലുള്ള നിർമ്മാണത്തിൽ അപാകത ഉണ്ടാകുമ്പോൾ ഈ തരത്തിൽ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതോ അതല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിനും ഇതിൽ ബാധ്യതയുണ്ട്. ഇത് നിരന്തരമായി വർഷങ്ങളായി സമരങ്ങളും മറ്റും ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഞങ്ങൾ അവിടേക്ക് കൊടുത്തു, സെൻട്രലിലേക്ക് പറഞ്ഞു എന്നുള്ള ആ ഒരു സ്ഥിരം പല്ലവിയല്ലാതെ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഈ പനയമ്പാടം ഈ റീജിയനിലെ റോഡിന്റെ ബ്ലൈൻഡ് സ്പോട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് തീർച്ചയായിട്ടും സാർ, ഞാൻ ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥ ചർച്ചകളിലും പങ്കെടുത്ത ഒരാളാണ്. ഞാൻ ഈ പ്രദേശത്തെ ഈ അപകടം നടന്ന 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അന്നത്തെ MP ആയിരുന്ന MP രാജേഷ് ഉൾപ്പെടെയുള്ള റിവ്യൂ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അന്നും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സൂചിപ്പിക്കുക എന്നതല്ലാതെ അതിനുള്ള ശാശ്വതമായ പരിഹാരമില്ല. ഇന്നും ചർച്ച Debate with Dr. Arun Kumar.